അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 200. ജ്വാലയുടെ നാണം, പേടി, വെപ്രാളം എല്ലാം ഒരുവിധം പറഞ്ഞു മനസ്സിലാക്കി അവളിലേക്കൊരു തടസ്സവും ഇല്ലാതെ ചേരാനുള്ള ആവേശമായിരുന്നു അഗ്നിയിൽ. പക്ഷെ ആദ്യത്തെ കിതപ്പുകളും സീൽക്കാരങ്ങളും അടങ്ങി അഗ്നി അവളിലേക്ക് അലിയാൻ തയ്യാറെടുക്കവേ ജ്വാല തലേന്നത്തെ രാത്രിയെ ഓർമ്മിപ്പിക്കും വിധം നിലവിളിച്ചുപോയി. പക്ഷെ അവളിൽ നിന്ന് അകന്നു മാറാൻ പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല അഗ്നി. അത്രമേൽ അവളിലേക്ക് തളർന്നു വീഴാൻ കൊതിക്കുന്ന ശരീരം. പക്ഷെ ജ്വാല അവനെ തള്ളി മാറ്റുന്നു. കുഞ്ഞ പ്ലീസ്, ഇപ്പൊ ഓക്കെ ആവും. അഗ്നി അവളുടെ കൈകൾ ബെഡിൽ ഇരുവശത്തേക്കും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, എനിക്ക് പറ്റില്ല, വേദനിക്കണു. കരഞ്ഞുകൊണ്ട് അവള് പറഞ്ഞു. അഗ്നിക്ക് ആദ്യമായി ദേഷ്യം പോലും വന്നുപോയി. അത്രമേൽ അവൻ ആ ഒരു നിമിഷത്തിലേക്ക് എത്തിയിരുന്നു. പ്ലീസ്, അത്ര പേടിക്കാനൊന്നുമില്ല, എല്ലാവർക്കും ഇങ്ങനൊക്കെ തന്നെയാ, അവൻ കിതപ്പോടെ പറഞ്ഞു. പല്ലുകൾ മുറുകി. ഒപ്പം അവളുടെ എതിർപ്പിനെ വകവയ്ക്കാതെ അവളിലേക്ക് ചേരാൻ ശ്രമിച്ചു. ജ്വാല ഉറക്കെ കരഞ്ഞുപോയി. അതിൽ അഗ്നി ഞെട്ടി. നിരാശയോടെ അവളിൽ നിന്ന് അകന്നു മാറി. ജ്വാല അവനെ കണ്ണു നിറച്ചു നോക്കി. അഗ്നി അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ജ്വാല അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി തേങ്ങി. കരയല്ലേ, അവൻ പറഞ്ഞു. ജ്വാല അപ്പോഴും കരച്ചില് തന്നെയാണ്. അഗ്നി അവളുടെ മുഖം പിടിച്ചുയർത്തി. എന്റെ പൊന്നു കുഞ്ഞ്, നീ ഇങ്ങനെ ഒട്ടും സമ്മതിക്കാതിരുന്നാ ഞാൻ എന്തു ചെയ്യാനാ, അവൻ പരിഭവത്തോടെ ചോദിച്ചു. എനിക്ക് വേദനിച്ചിട്ടാ, അവള് വീണ്ടും പറഞ്ഞു. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കുഞ്ഞാ, ഞാൻ നിന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കുവോ? പിന്നെ ഒരു ഭാര്യാഭർത്തൃ ബന്ധം എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഇതും ഉള്ളതാ. അത് നമുക്കിടയിൽ മാത്രമല്ല, എല്ലാവർക്കിടയിലും. അവൻ പറഞ്ഞു കൊടുത്തതും ജ്വാല തലയാട്ടി. ഈ തലയാട്ടലിന് മാത്രം ഒരു കുറവുമില്ല. അവന്റെ കവിള് വീർത്തു. ജ്വാല അവനെ ചുണ്ടുപിളർത്തി നോക്കി. കുറച്ചൊക്കെ വേദന സഹിച്ചാലേ എല്ലാം ഓക്കെ ആവൂ. ഇനിയിപ്പോൾ നാളെ മുതൽ വ്രതം തുടങ്ങുക. അപ്പൊ പിന്നെ ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. ഇന്നുകൊണ്ട് എല്ലാം ഒന്ന് ഓക്കെ ആക്കാന്ന് കരുതിയപ്പോ നീ ഇങ്ങനെ. അഗ്നി നെടുവീർപ്പിട്ടു. ഞാനിനി ശ്രമിക്കാം, പേടിയായതുകൊണ്ടാ, അവള് പറഞ്ഞു. എന്തിനാ പേടി, ഞാനല്ലേ, അവൻ ചോദിച്ചു. പക്ഷെ ഇന്ന് ദേവേട്ടന് ദേഷ്യം വന്നൂല്ലോ എന്നോട്, മൂക്ക് വലിച്ചുകൊണ്ട് അവള് ചോദിച്ചു. ആ ബെസ്റ്റ്, പിന്നെ ദേഷ്യം വരത്തുള്ളൂ. ഇങ്ങനെ തോറ്റു തോറ്റ് ഇത് രണ്ടാമത്തെ തവണയാ ഞാൻ. നിനക്കിത് വല്ലതും അറിയണോ? പറഞ്ഞു തീർന്നതും അഗ്നി ചിരിച്ചുപോയി. അത് കണ്ടപ്പോൾ അവൾക്കും ചിരി വന്നുപോയി. ചിരിക്കുന്നൊടി കുറുമ്പി നീ. കുഞ്ഞാ, ഞാൻ പറയുന്ന കേട്ട് മോൾക്ക് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. അഗ്നി സ്നേഹത്തോടെ അവളുടെ തലമുടി തഴുകി. ജ്വാല എന്താണെന്ന പോലെ അവനെ നോക്കി. അത് ഇന്ന് ഞാൻ നിന്നോട് ദേഷ്യം കാണിച്ചത് മനഃപൂർവ്വമല്ല. ആ സമയം ഇങ്ങനെ നിരാശ വന്നപ്പോ അറിയാതെ പറ്റിയതാ. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടായ ഒരു പക്ഷേ നിന്റെ കണ്ണീര് ഞാൻ കണ്ടില്ലാന്ന് നടിച്ചു എന്ന് വരും കുഞ്ഞാ, അഗ്നി പറഞ്ഞു നിർത്തി. ജ്വാല അവന്റെ കണ്ണിലേക്ക് നോക്കി. നിന്നോട് സ്നേഹം തന്നെയാ, ദേഷ്യം കൊണ്ടല്ല ഞാൻ അങ്ങനെ. പക്ഷെ ആ നിമിഷം അങ്ങനെ അങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് എൻ്റെ കുഞ്ഞാ, ദേവേട്ടനൊന്ന് മനസ്സിലാക്ക്, അവൻ ദയനീയമായി പറഞ്ഞു. ഇനി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം, അവള് പറഞ്ഞു. ഒപ്പം അവനീന്ന് അല്പം നീങ്ങിക്കിടക്കാൻ ശ്രമിച്ചു. അഗ്നി അതിനനുവദിക്കാതെ അവൾ അങ്ങനെ തന്നെ അവനോട് ചേർത്തു. വേണ്ട, ഇന്നിനി വേണ്ട, നിന്റെ ഈ കണ്ണീര് കണ്ട് വയ്യ എനിക്ക്, അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ജ്വാല അവന്റെ കവിളിൽ പതിയെ ചുണ്ടമർത്തി. ഇതിപ്പോ ഈ ഉമ്മയെ നടക്കൂന്ന് തോന്നണു എൻ്റെ ജീവിതത്തില്. നീ എന്നെ ഒരു നിത്യകന്യകനാക്കൂടി, അഗ്നി ജ്വാലയുടെ വയറിൽ ഇക്കിളിയാക്കി. ദേവേട്ടാ, ജ്വാല പൊട്ടിച്ചിരിച്ചുപോയി. പുലർച്ചെ അഗ്നി ഉണരും മുന്നേ ജ്വാല എഴുന്നേറ്റ് പോയിരുന്നു. അവൾ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ഉമ്മറത്ത് അവളെ കാത്തുന്നത് പോലെ ഉറക്കം തൂങ്ങിക്കൊണ്ട് പൊന്നു മീനു ഇരിക്കുന്നുണ്ട്. അവളൊരു ചിരിയോടെ അവർക്ക് അടുത്തേക്ക് ചെന്നു. പൊന്നു, മീനു, ഉറക്കം തൂങ്ങിയിരിക്കുന്നവരെ തട്ടി വിളിച്ചു. ആ, നീ വന്നോ? പൊന്നു കണ്ണുകൾ ഒരുവിധം തുറന്നുകൊണ്ട് ചോദിച്ചു. നിങ്ങൾ കുളിക്കാൻ പോയില്ലേ, അവൾ ചോദിച്ചു. ഇല്ല ഏട്ടത്തി, നീ കൂടി വന്നിട്ട് പോയാൽ മതിയെന്ന് അമ്മ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ രണ്ടിനെയും വിളിച്ചുണർത്തി അവര് കുളിക്കാനും പോയി, മീനു കോട്ടുവായിട്ടുകൊണ്ട് പറഞ്ഞു. ആണോ, എന്നാ വാ, നമുക്ക് വേഗം പോവാ. നേരെ നന്നായി പുലരും മുന്നേ കുളിച്ചിട്ട് വരണമെന്നല്ലേ അച്ഛമ്മ പറഞ്ഞേക്കുന്നേ. അവളുമാരുടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ആ കുളം കൂടി കാണാനുള്ള ആവേശമായിരുന്നു ജ്വാലയിൽ. അവര് കുളത്തിനടുത്തേക്ക് എത്തുമ്പോഴേക്കും മാനസി, ശ്രീജയും മായി, രേഖയും ചിത്തുവും അനജയും എല്ലാം കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരുന്നു. ആ, നിങ്ങൾ എത്തിയോ? പടിയിൽ വഴുക്കലുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചു പോയി കുളിച്ചു വരണം, ചിത്തു ജ്വാലയോട് പറഞ്ഞു. ആ അമ്മേ, ജ്വാല സമ്മതിച്ചു. അമ്മയും കൂടി നിൽക്കണോ ഇവിടെ, വെള്ളം കൂടുതലുള്ളതാ, പറയുമ്പോൾ അവരിൽ അല്പം പേടിയുണ്ടായിരുന്നു. കുളം കാണുമ്പോൾ തന്നെ ചിത്തുവിന് സുരഭി എന്ന ജ്വാലയെ കുളത്തിലേക്ക് തള്ളിയിട്ട കാര്യമാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ ജ്വാലയെ കുളത്തിലേക്ക് വിടാൻ അവർക്ക് ഭയമാണ്. ജ്വാലയ്ക്ക് മനസ്സിലായിരുന്നു ചിത്തുവിന്റെ മനസ്സിലെന്താണെന്ന്. തലേന്ന് രാത്രിയിൽ അഗ്നിയും ഇതേ കാര്യം പറഞ്ഞതാണ്. ജ്വാല ഓർത്തു. കുഞ്ഞാ, രാവിലെ കുളത്തില് ശ്രദ്ധിച്ചു പോണോട്ടോ, വെള്ളം കൂടുതലാ, പിന്നെ സ്റ്റെപ്പിൽ വഴുക്കലുണ്ടാവും, അഗ്നി പറഞ്ഞു. ജ്വാല മൂളി. ഇങ്ങനെ വെറുതെ മൂളിയിട്ട് കാര്യമില്ല, നീ ശ്രദ്ധിക്കില്ല. അല്ലെങ്കിൽ വേണ്ട, രാവിലെ ഞാനും കൂടി വരാം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല,
അഗ്നിയിൽ ആദിയായിരുന്നു. ജ്വാല കുറുമ്പോട് അവന്റെ കവിളിലൊന്ന് കടിച്ചു. എന്റെ ദേവേട്ടാ, ഞാനത്ര കുഞ്ഞൊന്നുമല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ പൊന്നുമീനൊക്കെ ഉണ്ടല്ലോ, പേടിക്കണ്ട, ദേവേട്ടനൊന്നും കൂടെ വരണ്ട. അവള് ചിരിയോടെ പറഞ്ഞു. ആ, അത്ര കുഞ്ഞൊന്നല്ല, അതിപ്പോ എനിക്കും അറിയാലോ. അഗ്നിയിൽ വല്ലാത്തൊരു വഷളത്തരം. ജ്വാലയെ അടിമുടി ചുവപ്പിക്കുന്ന നോട്ടം. ദേവേട്ടാ, ചിണുങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയവൾ അഗ്നിയും ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. എല്ലാം കൂടി ഓർത്തതും ജ്വാലയുടെ ചുണ്ടിൽ നാണത്തോടൊരു ചിരി തെളിഞ്ഞു. ഡി, അമ്മ ചോദിച്ചു കേട്ടില്ലേ? അഗ്നിയുടെ ഓർമ്മയിലായിരുന്ന ജ്വാലയുടെ തോളിൽ തട്ടിക്കൊണ്ട് പൊന്നു വിളിച്ചു. ഏ, എന്താ? പെട്ടെന്ന് ജ്വാലയൊന്ന് ഞെട്ടി. തന്നെ സംശയത്തോടെ നോക്കുന്നവരെ കണ്ട് അവള് നാക്ക് കടിച്ചു. ഈ അതൊന്നും വേണ്ടമ്മേ, ഞാൻ ശ്രദ്ധിച്ചോളാ. പടിയിൽ നിന്നിട്ട് കുളിച്ചോളാ, അമ്മ പൊക്കോളൂ. ജ്വാല പറഞ്ഞു. നോക്കണേ മോളെ, പൊന്നു മോളെ നോക്കിക്കോണേ, ചിത്തു പൊന്നുവിനോട് കൂടി പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു, നിങ്ങളെല്ലാരും പോയാട്ടെ, ഞങ്ങൾ നീരാടിയിട്ട് വരാം. പൊന്നു ഇളിയോടെ പറഞ്ഞുകൊണ്ട് ജ്വാലയുടെ കൈയും പിടിച്ച് പതിയെ കുളത്തിന്റെ ഡോറ് കടന്ന് അകത്തേക്ക് കയറി. പിറകെ തന്നെ മീനു. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ബാക്കിയുള്ളവർ അവിടെ നിന്ന് പോയി. മാർക്കച്ച അറിയും പോലെ ഉടുത്ത് ജ്വാല പൊന്നുവിനെ മീനുവിനെ ഒന്ന് നോക്കി. അവിടെയെല്ലാം അല്പം വെട്ടം പടർന്നിട്ടുണ്ട്. പൊന്നു മീനു ജ്വാലയെ നോക്കി മുഖം ചുളിച്ചു. പിന്നെ ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി തലയാട്ടി. എന്താ? അവരുടെ നോട്ടം കണ്ട് ജ്വാല ചോദിച്ചു. ഒപ്പം കച്ച കെട്ടിയത് ശരിയായില്ലേ എന്ന് നോക്കുന്നുണ്ട്. എന്ത്? അത് ഞങ്ങളല്ലേ ചോദിക്കണ്ടേ? എന്താടി നിന്റെ ദേവേട്ടൻ, നിന്നെ ഉറക്കാറൊന്നുമില്ലേ? അവളുടെ നെഞ്ചിനടുത്തായി കാണുന്ന പാടിലേക്ക് വിരല് ചൂണ്ടിക്കൊണ്ട് കുറുമ്പോടെ പൊന്നു ചോദിച്ചു. മീനു ചിരിയോടെ അവളെ നോക്കുന്നുണ്ട്. ജ്വാലയുടെ മുഖം ചുവന്നുപോയി. അയ്യേ, എന്തൊക്കെയാ ചോദിക്കണേ? ദേ വേണ്ടാട്ടോ, ഞാൻ ദേവേട്ടനോട് പറഞ്ഞു കൊടുക്കും. അവള് ചിണുങ്ങി. അത് കണ്ടതും പൊന്നും മീനും പൊട്ടിച്ചിരിച്ചു. ഞങ്ങളൊന്നും ചോദിക്കുന്നില്ലേ, എല്ലാം ചോദിക്കാതെ തന്നെ മനസ്സിലാവുന്നുണ്ട്. കുളിക്കാൻ നോക്ക്, പൊന്നൊരാക്കലോട് പറഞ്ഞു. ജ്വാലയാണെങ്കിൽ പെണ്ണുങ്ങളെ നോക്കാൻ കഴിയാതെ മറ്റെങ്ങോട്ടോ നോക്കി നിൽക്കുകയാണ്. ആ നിമിഷം അവൾക്ക് അഗ്നിയെ കാണാൻ തോന്നി. അവനെ മുറുകെ കെട്ടിപ്പിടിക്കാൻ തോന്നി. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൾ അവളുടെ ഭംഗിയുള്ള പാദങ്ങൾ തണുത്ത വെള്ളത്തിൽ പതിയെ ഒന്ന് തട്ടി നോക്കി. തണുപ്പ് കൊണ്ട് കാലപ്പോൾ തന്നെ വലിച്ചെടുത്തു. ഏട്ടത്തി, കുളിക്കാൻ വരട്ടെ, ആദ്യം ഇത് തേക്ക്, മീനു ജ്വാലയോട് പറഞ്ഞു. അവൾ എന്തായെന്ന പോലെ മീനുവിന്റെ കയ്യിലേക്ക് നോക്കി. മഞ്ഞളാ, ഇതൊക്കെ തേച്ചിട്ട് വേണം കുളിക്കാൻ. ആണോ? അങ്ങനെയൊക്കെ ആചാരമുണ്ടോ? ജ്വാലയ്ക്ക് സംശയം. എനിക്കറിഞ്ഞൂടാ, അമ്മമ്മ പറയുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇത് ദേഹത്ത് തേച്ചിട്ട് വേണം കുളിക്കാൻ. അതും പറഞ്ഞ് മീനു കയ്യിലെ മഞ്ഞൾ ജ്വാലയ്ക്ക് കൊടുത്തു. അവള് പതിയെ ശ്രദ്ധയോടെ പടിയിലിരുന്നു. അല്പം മഞ്ഞളെടുത്ത് മുഖത്ത് പുരട്ടി, പതിയെ ശരീരത്തിലും. ജ്വാല എഴുന്നേറ്റ് അല്പം കഴിഞ്ഞതും അഗ്നിയും ഉറക്കമുണർന്നിരുന്നു. അരികിൽ ജ്വാലയെ കാണാഞ്ഞതും ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ എന്തോ ഓർത്തെന്ന പോലെ അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുണ്ടെടുത്തുടുത്തു. ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ പൂജാമുറിയിൽ നിന്നും പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അവന്റെ കാലുകൾ അങ്ങോട്ട് ചലിച്ചു. അച്ഛമ്മയും അമ്മമ്മയും ഒഴികെയുള്ള വീട്ടിലെ സ്ത്രീകളെല്ലാവരും അവിടെയുണ്ട്. അഗ്നിയുടെ കണ്ണുകൾ കൂട്ടത്തിൽ ജ്വാലയെ തിരഞ്ഞു. ഒരു മിന്നായം പോലെ കണ്ടതേയുള്ളൂ അവൻ, അല്ലാതെ കാണാൻ സാധിക്കുന്നില്ല. അവൻ പതിയെ പുറത്തേക്ക് നടന്നു. ഉമ്മറത്ത് തന്നെ അപ്പവും വ്യാസും മോഹനും എല്ലാം ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അഗ്നി അവർക്കൊപ്പം ഇരുന്ന് ഓരോ സംസാരത്തിലായി. അല്പനേരത്തിന് ശേഷം അവിടെ മീനുവിന്റെ പൊന്നുവിന്റെ ചിരിക്കുന്ന ശബ്ദം കേട്ടു. അഗ്നി പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കി. അവര് മാത്രമേ ഉള്ളൂ. അവന്റെ കവിൾ വീർത്തുപോയി. കുഞ്ഞനെവിടെ? അഗ്നി ചോദിച്ചു. അവള് അടുക്കളയിലേക്ക് പോയല്ലോ. അഗ്നിയേട്ടൻ എണീറ്റിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോയതാ. ചായ എടുക്കാനാണെന്ന് തോന്നണു. പൊന്നു പറഞ്ഞതും അഗ്നി തലയാട്ടി. അപ്പു പൊന്നുവിനെ ഒന്ന് നോക്കി. ഒരു കാപ്പി നിറത്തിലുള്ള പട്ടുപാവാടയാണ് അവളുടെ വേഷം. പെണ്ണിനിന്ന് പതിവിലും ചന്തം കൂടിയതുപോലെ. അപ്പു അവളെ തന്നെ നോക്കിയിരുന്നു. അയ്യോ, വ്രതം! പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ തല കുടഞ്ഞുകൊണ്ട് അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റി. സബാഷ്! അപ്പു അറിയാതെ പറഞ്ഞുപോയി. അവൻ അടുത്തായിരുന്ന് മീനുവിനെ കണ്ണൊക്കെ വിടർത്തി നോക്കിയിരിക്കുകയാണ് വ്യാസും. അപ്പുവിന് ചിരിയാണ് വന്നത്. അവൻ പതിയെ വ്യാസിന്റെ അടുത്തേക്ക് ചാഞ്ഞിരുന്നു. സ്പർശനേ പാപം, ദർശനേ പുണ്യം, അപ്പു പറഞ്ഞു. എന്ത്? വ്യാസ് സംശയത്തോടെ ചോദിച്ചു. ഏയ് അല്ല, ഞാനൊരു ചൊല്ലു പറഞ്ഞേ ഉള്ളൂ. അവളുമാർക്ക് വ്രത ഓർമ്മിപ്പിച്ചതാ. അവൻ ഇളിച്ചു. അയിന്? വ്യാസ് ചുണ്ടു കൂർപ്പിച്ചു. ഏയ് ഒന്നുമില്ല, വ്യാസേട്ടന്റെ നോട്ടം കണ്ടപ്പോ പറഞ്ഞേ ഉള്ളൂ. എന്തോന്ന് നോട്ടായത്? അയ്യേ! അപ്പു കളിയാക്കി. ഓ, നന്നായി പോയി. നീ പിന്നെ എന്തിനാണാവോ പൊന്നൂനെ നോക്കിയേ? വ്യാസിനും അതേ പുച്ഛം തന്നെ. കണ്ടല്ലേ? അപ്പു ചമ്മി. ഏയ് കണ്ടില്ല, ഒഞ്ഞു പോട ചക്ക, അവന്റെ ഒരു ഉപദേശം, അതും എന്നോട്. വ്യാസ് ചുണ്ടുകൊട്ടി. അപ്പു മുഖം തിരിച്ചു. അല്പനേരത്തിന് ശേഷം ഋതുമോളുടെ പൊട്ടിച്ചിരി അവിടെ ഉയർന്നു കേട്ടു. അഗ്നി അകത്തേക്ക് നോക്കി. മുന്നിൽ ഓടി വരുന്ന ഋതുമോളുടെ പിറകെ നടന്നു വരുന്ന ജ്വാല. അഗ്നി അവളിൽ നിന്ന് കണ്ണു മാറ്റാൻ പോലും മറന്നു നോക്കിപ്പോയി. പതിവിലും സുന്ദരിയായി ഒരുങ്ങി വരുന്ന ജ്വാലയെ കണ്ട് അഗ്നിയുടെ ഹൃദയതാളം മുറുകി. ഒരു സ്കൈ ബ്ലൂ കളർ പട്ടുപാവാടയാണ് അവളുടെ വേഷം. ഋതുമോളെ വീഴൂട്ടോ!
ജ്വാല ശാസനയോടെ ഋതുവിനോട് പറഞ്ഞു. ഒപ്പം അഗ്നിക്ക് അടുത്തേക്ക് നടന്നു. തന്നെ നോക്കിയിരിക്കുന്നവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ജ്വാല കയ്യിലെ ചായ ഗ്ലാസ് അഗ്നിക്ക് നേരെ നീട്ടി. "എന്നാ ദേവേട്ടാ," അവള് പറഞ്ഞു. അവൻ അപ്പോഴും അതൊന്നും അറിയാതെ അവളെ നോക്കിയിരിക്കുകയാണ്. ഒരു വേള ഇന്നലെ തന്നെ അകറ്റിമാറ്റിയ ജ്വാലയോട് അവന് പരിഭവം തോന്നിപ്പോയി. ആ നിമിഷം അവളോട് വല്ലാത്ത ആഗ്രഹം തോന്നിപ്പോയി. ഒപ്പം ഇനി കുറച്ചു ദിവസത്തേക്ക് അവൾ അടുത്തുപോലും കിട്ടില്ലല്ലോ എന്ന നിരാശയും. ഇന്നലെ അവളുടെ കരച്ചിൽ കേൾക്കാതിരുന്നെങ്കിൽ. ആ കുഞ്ഞിപ്പെണ്ണ് തന്റെ നെഞ്ചിടിപ്പ് തെറ്റിച്ച നിമിഷം അവൻ അങ്ങനെ പോലും ചിന്തിച്ചുപോയി. അവന്റെ നോട്ടം വല്ലാതെ തന്നിലേക്ക് വന്നതും ജ്വാലയും ഒന്ന് പതറി. തുടരും. ഇന്ന് അഗ്നിജ്വാലയുടെ 200ാമത്തെ പാർട്ടാണ്. ഞാൻ ഒരു 100ാമത്തെ പാർട്ടായപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ സ്റ്റോറി ഇനിയും മുന്നോട്ട് പോകുമല്ലോ, പറയാനുള്ള അവസരങ്ങൾ ഇനിയും കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് പറയാതിരുന്നത്. ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ സ്റ്റോറി 200 പാർട്ട് വരെ എത്തിയിട്ടുള്ളത്. ഞാൻ ഇവിടെ തരുന്ന ആദ്യത്തെ ഒരു ഇത്രയും വലിയൊരു സ്റ്റോറി ആയിരിക്കും ഇത്. കുറച്ച് ആളുകൾ ചോദിക്കാറുണ്ട്, എന്താണ് സ്റ്റോറി ഇത്രയും സ്ലോ എന്ന് ചോദിക്കും. ചിലവർ പറയും പതുക്കെ പോയാൽ മതി, ഒരു ധൃതിയില്ല, ആ ഒരു ഫ്ലോയിൽ അങ്ങനെ ഇതേപോലെ തന്നെ പോയാൽ മതി എന്ന് പറയുന്നവരുണ്ട്. എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, ഈ സ്റ്റോറി നമ്മുടെ ബാക്കി സ്റ്റോറി പോലെയല്ല, ഒരു ഒഴുക്കിൽ പതുക്കെ പോകുന്ന സ്റ്റോറിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ കമൻസൊക്കെ വായിച്ചെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഈ സ്റ്റോറി എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ഈ സ്റ്റോറിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ കൂടുതൽ പാർട്ട് ചോദിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എല്ലാവരോടും താങ്ക്സ് പറയാണ്. ഈ ഒരു 200 പാർട്ട് വരെ എത്തിച്ച എല്ലാവരോടും താങ്ക്സ് പറയാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ അഗ്നിജ്വാലേനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയാത്തവരുണ്ട്. എല്ലാവരും ഈ ഒരു പാർട്ടിൽ നമ്മുടെ അഗ്നിജ്വാലേനെ കുറിച്ചിട്ടുള്ള ടോട്ടൽ അഭിപ്രായം ഒരു കമൻ്റായിട്ട് എനിക്ക് തരുമോ? ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് പാർട്ട് തരുമ്പോൾ കുറച്ച് സമയം എനിക്ക് മാറ്റി വെച്ച് കുറച്ചൊരു വലിയ കമൻറ്റ് തന്നാൽ എനിക്കൊരു സന്തോഷമായേനെ. ഞാൻ നിങ്ങളെ കമൻറ്റ് വായിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം.